ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബി എഡ് പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ 2023 എൻ്റെ ബി എഡ് പഠനം പൂർത്തീകരിച്ചത്. അപ്പോൾ അതിലൊരു ഒരു പോർട്ട്ഫോളിയോ ആണത്. അപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഫസ്റ്റ് തന്നെ ഞാനൊരു പോർട്ട്ഫോളിയോ എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ, അത് നമുക്ക് എല്ലാവർക്കും തന്നെ സെയിം തന്നെയായിരിക്കുമല്ലോ. പോർട്ട്ഫോളിയോയെക്കുറിച്ച് എന്താണ് പോർട്ട്ഫോളിയോ, എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്നൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പേജിൽ വന്നിട്ട് നമ്മളുടെ മൈ വിഷൻ ആൻഡ് മൈ വിഷനാണ്, മിഷനും എന്താണ് എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പേജിൽ വന്നിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ വർക്ക്സ് ആണ്. അപ്പോൾ അതിന് മുന്നേ നമ്മളുടെ സെമസ്റ്റർ വൈസ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെമസ്റ്റർ 4, സെമസ്റ്റർ 3, സെമസ്റ്റർ 2, 1 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 4th സെമസ്റ്ററിലെ വർക്കാണ് നമ്മൾ ആദ്യം വയ്ക്കുന്നത്. അപ്പോൾ 4th സെമസ്റ്റർ കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടിക്കൽ എന്തൊക്കെ വർക്കാണ് നടത്തിയിട്ടുള്ളതെന്നുണ്ട്. അപ്പോൾ അതൊരു ഇൻഡെക്സിലാക്കിയിട്ടാണ് ഇൻഡെക്സ് ചെയ്തിട്ട് ഇൻഡെക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പ്രാക്ടിക്കൽസിൽ വരുന്നത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് വന്നിട്ട് നമ്മുടെ സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ കമ്മ്യൂണിറ്റി സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടല്ലോ, നമ്മുടെ ക്യാമ്പ് 5 ദിവസത്തെ ക്യാമ്പ്, അതിനെക്കുറിച്ചാണ് ഫസ്റ്റത്തെ പേജിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ക്യാമ്പിൻ്റെ 5 ദിവസത്തെ ക്യാമ്പിൽ ഞാൻ എല്ലാ ഫോട്ടോയും ഒട്ടിച്ചിട്ടില്ല, ഒരു ഫോട്ടോയാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ പേജിൽ അത്യാവശ്യം ഡെക്കറേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് പടം വരയ്ക്കാനൊന്നും അറിയില്ല. 3ാമത്തെ പേജിലാണ് നമ്മൾ ഒരു ഷോർട്ട് ഫിലിം എടുക്കില്ല, ആ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റഡി ടൂറ് നമുക്ക് അപ്പോൾ സ്റ്റഡി ടൂർ എവിടെയാണെന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ട്, ഏതൊക്കെ സ്ഥലത്താണ് പോയത്. പിന്നെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി ഞാൻ അധികം ഡെക്കറേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം ലാസ്റ്റ് സെം ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര തിരക്കൊക്കെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം പടം വരയ്ക്കാനുള്ളതൊന്നും കിട്ടില്ല. ചെറുതായിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫോട്ടോ, പിന്നെ വരുന്നത് SWOT അനാലിസിസ് ആണ്. അപ്പോൾ അതും ഒരു വലിയ ഡെക്കറേഷനൊന്നുമില്ല. പിന്നെ എഡ്യൂക്കേഷണൽ ജേണൽ റിവ്യൂ ആണ്. ഇതും വലിയ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മും കുറവാണ് ഡെക്കറേഷൻ. ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മിലാണ് നമുക്ക് ഒത്തിരി സമയമുള്ളതുകൊണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ഡെക്കറേഷൻ മീൻസ് ഈ ഒരു പേപ്പറിൽ അത്യാവശ്യം പടമൊക്കെ വരച്ച് അങ്ങനെ. പിന്നെ വന്നിട്ട് പ്രൊജക്റ്റ് ഓൺ എനി ടോപ്പിക്, പെഡോളജിക്കൽ റെഫറൻസ് അത് ചെയ്തിട്ടുണ്ട്. അതിലും വർക്കൊന്നുമില്ല, ജസ്റ്റ് എന്തൊക്കെയാണ് വരച്ച് വെച്ചിരിക്കുന്നു. 4th അത് കഴിഞ്ഞിട്ടും അധികം വർക്കൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, 4th സെമസ്റ്ററിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കുറേ വർക്ക് വരും. ദെൻ ലാസ്റ്റ് വന്നിട്ട് ഇതിനകത്തെന്തോ ഓടണമെന്ന് ഒരു കുട്ടി ഓടുന്നത് വന്നിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് പാർട്ടിസിപ്പേഷൻ ഇൻ ഗെയിംസ് ആൻഡ് സ്പോർട്സ്, അത് എല്ലാത്തിലും വരച്ചിട്ടില്ല, ചിലതിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഫോട്ടോസും ബാക്കിൽ ഫോട്ടോസും ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് വോളിബോൾ ആൻഡ് ബാഡ്മിൻ്റൺ. വേണമെങ്കിൽ നമുക്ക് പടമൊക്കെ വരയ്ക്കാമായിരുന്നു, അന്ന് എനിക്ക് സമയം കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ പടമൊന്നും വരച്ചില്ല. പിന്നെ ഫിലിം റിവ്യൂ ആണ്. ഫിലിം റിവ്യൂവിൽ 12th മാൻ എന്ന് പറഞ്ഞൊരു ഫിലിമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ ആർട്സ്. അപ്പോൾ ആർട്സിൽ ഞാൻ അത്യാവശ്യം ആർട്സിൽ മാത്രമല്ല, നമ്മൾ ബി എഡ് പഠിക്കുന്ന സമയത്ത് ആർട്സിലും സ്പോർട്സിലും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്. നല്ല രീതിയിൽ ആർട്സിലും സ്പോർട്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് ഓൺ സ്ട്രീറ്റ് പ്ലേസ്, അപ്പോൾ അതിലൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് സ്ട്രീറ്റ് പ്ലേയുടെ. അതും വലിയ ഡെക്കറേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ പടങ്ങളോ ഒന്നും തന്നെ ഒട്ടിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഓറൽ ആൻഡ് റിട്ടൺ എക്സാമിനേഷനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര ഉള്ളൂ പ്രാക്ടിക്കലല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ കവർ ലെറ്ററും റെസ്യൂം എഴുതാനായിട്ടുള്ളത്, അതിന് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രാക്ടിക്കത്തിലും അത്യാവശ്യം പടം ഫ്രണ്ടിൽ മാത്രമേ പടം വരച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ അറിയാവുന്ന രീതിയിൽ കുറച്ചൊരു പടങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇൻഡെക്സ് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെയാണ് എടുത്തത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചലഞ്ചസ് ടു നാഷണൽ ഇൻ്റഗ്രേഷൻ ആയിരുന്നു. അതിൽ ഞാൻ പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ബോക്സ് പോലെ വരച്ചേക്കാണ് ചെയ്തിരിക്കുന്നത്. അതും എഴുതി കഴിഞ്ഞിട്ടാണ് വരച്ചതെന്നുള്ളതാണ്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ ഓഫ് സൈക്കോളജിക്കൽ ആർട്ടിക്കിൾസ്, ജേർണൽസ് ഓർ ന്യൂസ് പേപ്പർ, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ സെമസ്റ്റർ 3 ആണ് ഞാൻ പറഞ്ഞത്. സെമസ്റ്റർ 4 കഴിഞ്ഞിട്ട് നമ്മൾ സെമസ്റ്റർ 3 ആണ്. ഫസ്റ്റ് നമ്മൾ വയ്ക്കുന്നത് സെമസ്റ്റർ 4 ആണ്. ദെൻ പ്രാക്ടിക്കലിനകത്ത് ഇൻഡെക്സ് വലിയ കാര്യത്തിൽ ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം ഇലയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ പോർട്ട്ഫോളിയോയിൽ കൂടുതലും ഇലയും പൂക്കളും കായകളൊക്കെയാണ്, കാരണം എനിക്ക് അത് മാത്രമാണ് കൂടുതലായിട്ട് വരയ്ക്കാനുള്ളൂ. ഈ മനുഷ്യന്മാരെയൊക്കെ വരയ്ക്കുമ്പോൾ കണ്ണും മൂക്കൊന്നും ശരിയാവില്ല. അപ്പോൾ അത് കേസ് സ്റ്റഡിയുടെ കാര്യം എടുത്തിട്ടുണ്ട്, കേസ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ആക്ഷൻ റിസർച്ച് ഉണ്ട്. അതിലൊന്നും വലിയ ബോർഡറൊക്കെ വെറുതെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
ഇതാണ് എനിക്ക് കണ്ടതിൽ കുറച്ചൊരു ഇതുള്ളത്. യൂണിറ്റ് പ്ലാൻ. യൂണിറ്റ് പ്ലാൻ അത്യാവശ്യം ഡെക്കറേഷൻ. ഓഷ്യൻ തീമാണ് ഞാൻ കൊണ്ടുവന്നത്. ഒരു ഒക്ടോപ്പസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജെല്ലി ഫിഷാണ് അടുത്തിരിക്കുന്നത്. ദെൻ ലെസൺ പ്ലാൻ 50 ലെസൺ പ്ലാൻ ക്ലാസ്സസ് എഴുതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ദെൻ ലെസൺ പ്ലാൻ ക്ലാസ്സസ് അതും ബേസ്ഡ് ഓൺ. ദെൻ അതിൻ്റെ ഫോട്ടോസും എടുത്തിട്ടുണ്ട്. ദെൻ ക്ലിപ്പ് ആക്ടിവിറ്റീസാണ്. അതിൽ 2 കുട്ടികളെ ഇത് ഞാൻ ട്രേസ് ചെയ്താണ് കേട്ടോ. അല്ലല്ല, ഇത് ഞാൻ ട്രേസ് ചെയ്തില്ല. എൻ്റെ അനിയത്തി വരച്ചതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വരയ്ക്കാൻ അത്ര അറിയത്തില്ല വരയ്ക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇംപ്രവൈസ്ഡ് ടീച്ചിങ് എയ്ഡ്സിൻ്റെ അതിലൊരു പടം വരച്ചിട്ടുണ്ട്. അതും അനിയത്തി വരച്ചതെന്നാണ്. നമുക്ക് എൻ്റെ ബി എഡിൻ്റെ പടം വരയും കാര്യങ്ങളൊക്കെ അനിയത്തിയാണ് വരച്ചത്. എല്ലാം അല്ല, എന്നാലും ഒരുമാതിരിയൊക്കെ. സെൽഫ് അസസ്മെൻറ്റിൻ്റെ പടമൊക്കെ ഞാനാണ് വരച്ചത്. അത് ഫിഷ് പറഞ്ഞ ഓഷ്യൻ തീം കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. പക്ഷെ കുറച്ചെത്തിയപ്പോഴത്തേക്കും ഓഷ്യൻ തീമൊക്കെ മാറി വേറെ തീം 4 ഓഷ്യൻ തീം കൊണ്ടുവന്നു. പിന്നെ എത്തിയപ്പോൾ അതങ്ങ് മാറിപ്പോയി. ഞാൻ എൻ്റെ ആദ്യത്തെ പ്ലാൻ കൊണ്ട് ഓരോ സെമിസ്റ്ററിലും ഓരോരോ തീം കൊണ്ടുവരാമെന്നായിരുന്നു. അതായത് ഫസ്റ്റ് സെമിസ്റ്ററിൽ വന്നിട്ട് പ്ലാന്റ്സ്, ട്രീസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നും, സെക്കൻഡ് സെമിസ്റ്ററിൽ വന്നിട്ട് മൂൺ, സൺ, പ്ലാനറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം, തേർഡിൽ വന്നിട്ട് ഓഷ്യൻ, അതൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ അവസാനത്തേക്കിനും എല്ലാം പൂക്കളിലും ഇലകളിലും കായലൊക്കെ ഒതുങ്ങി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിലരൊക്കെ വരച്ചത് അങ്ങനെ നല്ല ഭംഗിയായിട്ട് അവർക്ക് തീം എടുത്ത് ചെയ്തു തരുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്കത് പറ്റിയില്ല, അതാണ് പറ്റിയത്. ദെൻ ഇത് വന്നിട്ട് സെമിസ്റ്റർ 3ലെയാണ്. 3ലെ വർക്ക് ത്രീയിലൊക്കെ അത്യാവശ്യം പടം വരയ്ക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ദെൻ പ്രാക്ടിക്കൽ സെമിസ്റ്റർ 3ൽ പ്രാക്ടിക്കൽ എല്ലാത്തിനും പിക്ചർ ഒട്ടിക്കണമായിരുന്നു കേട്ടോ. ദെൻ പ്രാക്ടിക്കൽ ഞാൻ പറഞ്ഞില്ലേ, പൂക്കളും കായ്കളും മാത്രമാണ് എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ളൂ. ദെൻ നെക്സ്റ്റ് വന്നിട്ട് സെമിസ്റ്റർ 2 ആണ്. സെമിസ്റ്റർ 2ൽ ഞാൻ അത്യാവശ്യം ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്, ലൈറ്റ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റേ തൂണൊക്കെ വരച്ച് വെച്ചിട്ട് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇങ്ങനെ ഇലയൊക്കെ കയറി പോകുന്ന രീതിയിൽ. ഇത് സ്കൂൾ പ്രൊഫൈല്, അത് അത്യാവശ്യം ഞാൻ സ്കൂളാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റേ ഡെക്ക്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്. അങ്ങനത്തെ കുറേ തീമൊക്കെ എടുക്കാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാനൊക്കെ മൊത്തം മാറിപ്പോയി. പിന്നെ വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ A4 ഷീറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ വന്നിട്ട് ഗ്രീൻ കളർ മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്കൈ ബ്ലൂ കളർ മാത്രം എടുക്കുക. സെക്കൻഡ് സെമിസ്റ്ററിൽ അതുപോലെ വേറെ കളർ എടുക്കുക. അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു. പക്ഷേ അങ്ങ് ശരിയായില്ല. അവസാനം എല്ലാ സെമിസ്റ്ററിലും എല്ലാ കളറും ഉണ്ട്. ബ്ലാക്ക് ഒഴിച്ച് ബാക്കി എല്ലാ കളറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വൈറ്റും ഞാൻ ചേർത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പിന്നെ ഇത് വന്നിട്ട് ഞാൻ അവരുടെ ചെറിയ പടങ്ങളൊക്കെ ഒരിടത്തും കൊടുത്തിട്ടുണ്ട്. മൊത്തം ഒരു നല്ല ഫുൾ ഓഫ് കളേഴ്സൊക്കെ ഡ്രോ ചെയ്തിട്ട് കളറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവായിരുന്നു. പക്ഷേ എനിക്കത് പറ്റിയില്ല. പിന്നെ ഞാൻ ഈ ഒരു സെക്കൻഡ് സെമിസ്റ്ററിലെ ഇതിൽ വന്നിട്ട് ഡക്കിന് കൂടുതലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനത്തെ തീം എടുക്കണം എന്നൊക്കെ, പക്ഷേ വരച്ച് ഒന്ന് കളർ ചെയ്തതിന് ഒത്തിരി സമയം പോകുന്നു. അങ്ങനെയായിപ്പോയി. എന്നാലും ഇത് സെമിസ്റ്ററാണ്. ഇത് പ്രാക്ടിക്കലാണ്. ഞാൻ ഇൻഡെക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി സെമിസ്റ്റർ 1ലേക്ക് എത്തി. സെമിസ്റ്റർ 1ൽ കുറേ ഫിഷൊക്കെയാണ് കിടക്കുന്നത്. ആദ്യം പ്രാക്ടിക്കൽസാണ്, പിന്നെ പ്രാക്ടിക്കൽ. അതിൽ ഇൻഡെക്സിൽ ഞാൻ കുറച്ച് ഫിഷിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് പിക്ചേഴ്സായിട്ട് കൊണ്ടുവന്നത്. ഓഷ്യൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തീമായിട്ട് എടുത്തെങ്കിലും പക്ഷേ പല ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ ആ ഒരു ടോപ്പിക് വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ പ്രോജക്റ്റ് ഓൺ സോഷ്യലി റെലവൻറ്റ് ഇഷ്യൂവിൽ വാട്ടർ പൊല്യൂഷനാണ് എടുത്തത്. അപ്പോൾ വാട്ടർ ഡ്രോപ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ എന്നിട്ടാണ് അഡോളസൻ്റ് പ്രോബ്ലം വന്നിട്ട് സോഷ്യൽ മീഡിയ ഒരിതായതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിലും മറ്റേ വാട്സപ്പിൻ്റെ ഒക്കെ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ബ്ലോഗ് ക്രിയേഷനും ബ്ലോഗിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അത്യാവശ്യം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മൈക്രോ ടീച്ചിങ്ങിൽ എനിക്കതൊന്നും പിന്നെ എൻ്റെ ലിങ്ക് പ്രാക്ടീസ് വന്നിട്ട് നമ്മളുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ടോപ്പിക്കായിരുന്നു. അപ്പോൾ അതിലെ 8 പ്ലാനറ്റ്സിനെയും ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ദെൻ യോഗയിലാണെങ്കിലും ഒരു കുട്ടി യോഗ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുട്ടികളുടെ പടം വരയ്ക്കാൻ, മനുഷ്യന്മാരുടെ പടം വരയ്ക്കാൻ എന്നത്ര അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാക്ടീസിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട്
കർട്ടൻ്റെ അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ദിസ് ഈസ് ദ ലാസ്റ്റ് വൺ, ഇവാലുവേഷൻ ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് ഓഫ് എലമെൻ്ററി ക്ലാസ്സസ്. അതോടുകൂടി നമ്മുടെ പോർട്ട്ഫോളിയോ ഇൻ സെമിസ്റ്റർ 1 തീർന്നു. It's all about today's video. Thank you. Have a nice day.